Hello everyone, welcome to Select Talks. Kevin, ലോകം മുഴുവൻ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. സോ ഹു വാസ് ജെഫ്രി എപ്സ്റ്റീൻ? ഒരു സിംഗിൾ വേർഡിൽ പറഞ്ഞ ഒരു ഭൂലോക ഫ്രോഡ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു ദിലീപ് ചിത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, കിങ് ലയർ. ആ കിങ് ലയറിൽ ആരും അല്ലാഞ്ഞിട്ടും എന്തൊക്കെയോ ആണ്, വലിയ വലിയ ബിരുദങ്ങളുണ്ട്, വലിയ കണക്ഷൻസ് ഉണ്ട്, വലിയ ആളാണെന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദിലീപ് അതിൽ മാറുന്നുണ്ട്, ആ ഒരു കഥാപാത്രമായി. അതുപോലൊരു കഥാപാത്രമായിരുന്നു ആക്ച്വലി എപ്സ്റ്റീൻ. എപ്സ്റ്റീൻ്റെ കളവുകൾ എപ്പം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ കളവുകൾ വളരെ ചെറുപ്പം തൊട്ട് തന്നെ തുടങ്ങി കാണണം. പക്ഷേ നമ്മൾക്കറിയുന്ന കളവ് തുടങ്ങുന്നത് ഡാൽട്ടൺ സ്കൂളിലെ മാത്സ് അധ്യാപകനായി പ്രവേശിക്കുമ്പോഴാണ്. അധ്യാപകനാകാനുള്ള ഒരു യോഗ്യത ഇല്ലെങ്കിലും അദ്ദേഹം ആ സ്കൂളിലെ ഏറ്റവും മികച്ച അധ്യാപകനായി, മറ്റ് അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനായി അദ്ദേഹം മാറി. പക്ഷേ എപ്പോഴും ആ കളവ് പിടിക്കപ്പെട്ടു. പക്ഷേ നമുക്ക് സർപ്രൈസിങ് ആയിട്ട് അമേരിക്ക പോലൊരു രാജ്യമായിട്ട് അത് പിടിച്ചിട്ട് പുള്ളിക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടിയില്ല. മറിച്ച് വളർച്ചയാണ് ഉണ്ടായത്. പുള്ളി അവിടുന്ന് ഒരു അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയുണ്ട്, ബിയർ സ്റ്റേൺസ്, അതിൽ ഫിനാൻഷ്യറായി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായി മാറി. അവിടെ എത്തിയപ്പോൾ തന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ വാക്ചാതുര്യം കൊണ്ടും ആളുകളെ ചാക്കിലാക്കാനുള്ള കഴിവും കൊണ്ടും അവിടുത്തെ ഏറ്റവും നല്ല ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായിട്ട് മാറി. പിന്നീട് ഈ വിക്ടോറിയ സീക്രട്സ് എന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ ഓണറായിട്ടുള്ള ലെസ്ലി വാക്സ്നറിൻ്റെ അടക്കമുള്ള പേഴ്സണൽ ഫണ്ട് മാനേജറായി ഇദ്ദേഹം മാറി. അപ്പോൾ ആളുകളെ പണ്ട് മുതലേ ചാക്കിലാക്കാനും സോഷ്യൽ നെറ്റ്വർക്കിംഗ് ചെയ്യാനും, അല്ലെങ്കിൽ കളവ് പറഞ്ഞൊരു സ്ഥലത്തെത്തി അവിടുന്ന് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി, അങ്ങനെ. അപ്പൊ ഇതൊന്നും ഇന്ത്യയിൽ മാത്രമല്ല നടക്കുന്നത് അല്ലേ? ഇന്ത്യയിൽ മാത്രമല്ല. പിന്നെ ഇതെന്തുകൊണ്ട് അപ്പൊ ഒരിക്കലും ഇദ്ദേഹം പിടിക്കപ്പെട്ടില്ലേ? ഇദ്ദേഹം പിടിക്കപ്പെട്ടത് ആദ്യമായി 2005 ഫ്ലോറിഡയിലെ പാം ബേയിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്തു. ഓക്കെ, ആ പാം ബേയിൽ ഇദ്ദേഹത്തിനെതിരെ 2005 കൊടുത്ത കേസ് പ്രകാരം 2008 ഇദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. അവിടെയും തമാശ എന്ന് പറയാൻ, പുള്ളി ഇത്രയും വലിയ ക്രൈംസ് ചെയ്തിട്ട് വെറും 18 മാസത്തെ ശിക്ഷയാണ് പുള്ളിക്ക് കിട്ടിയത്. അതിലും തമാശ, പുള്ളിക്ക് 13 മാസം മാത്രമേ സെർവ് ചെയ്യേണ്ടി വന്നുള്ളൂ. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഇവർ തമ്മിലൊരു അഗ്രിമെന്റ്, US ഫെഡറൽ കോർട്ടും ഇദ്ദേഹത്തിന്റെ അഭിഭാഷകരും തമ്മിലൊരു എഗ്രിമെന്റിൽ എത്തിയത് പ്രകാരമാണ് ഇദ്ദേഹത്തിന് കുറഞ്ഞ ശിക്ഷ ലഭിച്ചതെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ്, അതെങ്ങനെയാണ്? അമേരിക്കയിൽ ഈ ഒരു നമ്മൾ ഗിൽറ്റി പ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രോസിക്യൂഷൻ അവരുമായിട്ട് അവിടെ എനിക്ക് തോന്നുന്നത് അതിന് ഡിസ്ട്രിക്ട് അറ്റോർണീസ് ഓഫീസ് എന്നങ്ങാണ്ടാ പറയുന്നത്. അപ്പോൾ അവരുമായിട്ടൊരു കരാർ പല സിനിമയിലും കാണാം. ചിലപ്പോൾ ഒരു വലിയ, ഇപ്പം മേർഡർ ഇൻ ദ ഫസ്റ്റ് ഡിഗ്രിക്ക് പകരം മേർഡർ ഇൻ സെക്കൻഡ് ഡിഗ്രിയോ തേർഡ് ഡിഗ്രിക്കോ നമ്മൾ ഗിൽറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ശിക്ഷ കിട്ടും. പ്രോസിക്യൂഷൻ നോക്കുമ്പോൾ അവരുടെ എഫേർട്ട് കുറഞ്ഞു, എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടി. പക്ഷെ വിക്ടിംസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പരാജയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഡീലുകളെ അമേരിക്കയിലെ വിക്ടിംസിന് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അമേരിക്കൻ ജസ്റ്റിസ് സിസ്റ്റം അങ്ങനെയാണ്, എസ്പെഷ്യലി റിച്ച് ആൻഡ് പവർഫുളിന് ഫേവറബിൾ ആണത്. ഈ ഡീൽ പ്രകാരം തന്നെ 18 മാസം മാത്രമേ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിയുള്ളൂ, പ്രധാന ക്രൈമിനല്ല. അപ്രധാന ക്രൈമാണ് പുള്ളി ആക്സെപ്റ്റ് ചെയ്തത്. 18 മാസത്തെ ശിക്ഷ കിട്ടി. അതിൽ 13 മാസമേ പുള്ളി ജയിൽവാസം അനുഭവിച്ചുള്ളൂ. അതിൽ തന്നെ പുള്ളിക്ക് 10 മുതൽ 12 മണിക്കൂർ വരെ വർക്ക് റിലീസ് കിട്ടി. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ പറയും, പല കൊലക്കേസ് പ്രതികൾ, റേപ്പിസ്റ്റുകൾ, അവർക്ക് പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ബാബാമാരാണെങ്കിൽ അവർക്ക് വർഷത്തിൽ പകുതി അല്ലെങ്കിൽ മുക്കാലും പരോള് കിട്ടും എന്നൊക്കെ പറയുന്നു. ഇന്ത്യയിലെ ജസ്റ്റിസ് സിസ്റ്റം പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും വേഴ്സാണ് അമേരിക്കൻ ജസ്റ്റിസ് സിസ്റ്റം. അത് നമ്മളെപ്പോഴും പറയാറുണ്ട്, പുറത്തെ രാജ്യങ്ങളുടെ പോലൊരു ജസ്റ്റിസ് സിസ്റ്റം ആയിരുന്നു ഇന്ത്യയിലെങ്കിൽ കുറച്ചുകൂടി കഠിനമായിട്ടുള്ള ശിക്ഷകൾ ലഭിക്കും. അപ്പോൾ സോ ഇറ്റ് വാസ് ഓൾസോ സർപ്രൈസിങ്, ഇങ്ങനെ ഒരു കേസ്, ഇത്രയും സീരിയസ് ആയിട്ടൊരു ക്രൈം നടന്നിട്ട് പോലും തന്നെ ചെറിയൊരു ശിക്ഷ, അതിൽ തന്നെ ഒരു അഗ്രിമെന്റിൽ എത്തുക. അപ്പോൾ ഇതെല്ലാം വിക്ടിംസിനോടുള്ള ഒരു ആക്ച്വലി ഇൻജസ്റ്റിസ് ആണ്. യെസ്, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഡീലിനെ സ്വീറ്റ് ഹാർട്ട് ഡീൽ എന്നാണ് വിളിക്കുന്നത്. അതായത് സിസ്റ്റത്തിൻ്റെ സ്വീറ്റ് ഹാർട്ടായിരുന്നു എപ്സ്റ്റീൻ ഒരു സ്വീറ്റ് ഹാർട്ട് ഡീൽ കിട്ടി. അതേസമയം വിക്ടിംസിന് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു വളരെ വളരെ ബിറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എപ്സ്റ്റീനെ കുറിച്ച് പറഞ്ഞു. വാട്ട് വാസ് ദേർ ഇൻ ദി എപ്സ്റ്റീൻ ഫയൽസ്? യെസ്, എപ്സ്റ്റീൻ ഫയൽസ്, ഈ എപ്സ്റ്റീൻ അവിടുന്ന് രക്ഷപ്പെട്ടില്ല. നമ്മൾ ഈ കർമ്മ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പ്രവർത്തിക്ക് എന്തായാലും ഒരു ഫലം കിട്ടുമെന്ന് പറയുന്ന പോലെ, എപ്സ്റ്റീൻ്റെ ഹൈ ലെവൽ കണക്ഷൻസ് കാരണമാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോയെന്ന് പറയുന്നു. അതേസമയം വീണ്ടും വിവാദങ്ങളുണ്ടായി. എപ്സ്റ്റീൻ പുറത്തിറങ്ങിയിട്ടും പല മീഡിയ ഹൗസസും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും, അതുപോലെ പല പൊളിറ്റിക്കൽ വളരെ നല്ല പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അവരും വീണ്ടും അവിടെ നടന്ന അനീതിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അനീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? വീണ്ടും പുതിയ ആളുകൾ പുറത്തു വന്നു. അവർ മീ ടു മൂവ്മെൻറ്റ് പോലെ എപ്സ്റ്റീനെതിരെ ഒരുപാട് പേര് വിക്ടിംസ് പുറത്തു വന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി പുതിയ കേസുകൾ ആരംഭിച്ചു.
ഈ പുതിയ കേസുകൾ ആരംഭിച്ചപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ 2019 ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ന്യൂജേഴ്സിയിൽ വെച്ച്. ഇപ്പോൾ ന്യൂയോർക്ക് ഫെഡറൽ കോടതിയിലാണ് കേസ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഓഗസ്റ്റിൽ ഇദ്ദേഹം എന്ത് ചെയ്തു, സൂയിസൈഡ് ചെയ്ത് മരണപ്പെട്ടു. ഓക്കെ, അപ്പം അദ്ദേഹം സൂയിസൈഡ് ചെയ്താണെന്നും അദ്ദേഹത്തെ കൊന്നതാണെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. അതെ, നമ്മൾ മലയാളത്തിൽ പദശുദ്ധി പറയുമ്പോൾ സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന പോലെ അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തതായി കാണപ്പെട്ടു. ആത്മഹത്യ ചെയ്ത സമയത്ത് CCTV ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല, ഗാർഡ് ഉറക്കത്തിലായിരുന്നു. അദ്ദേഹത്തെ ഇത്രയും ഈ ഒരു ക്രൈമിനെ ഇത്രയും സീരിയസ് ആക്കുന്ന ഒരു ഫാക്ടർ അദ്ദേഹം ടാർഗറ്റ് ചെയ്തത് മുഴുവൻ ഒരു 13 to 18 ഇയേഴ്സിനകത്തുള്ള യങ് ആയിട്ടുള്ള ഗേൾസിനെ ആയിരുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പൊ എന്താണ് വാട്ട് വാസ് ദ ക്രൈം വിച്ച് വാസ് ഹാപ്പനിങ് ഇൻ ദ എപ്സ്റ്റീൻ ഐലൻഡ്സ്? യെസ്, ഈ അൾട്രാ റിച്ച് ആയ ആൾക്കാർക്ക് വളരെ വളരെ വൈകൃതങ്ങളായ സെക്ഷൽ പെർവേർഷൻസ് ഉണ്ട്, ചില ബിലീഫ്സ് ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇങ്ങനെ വിപുലീകരിച്ചത് പാർട്ടികളിലൂടെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടികൾ വളരെ ഇൻഫേമസ് ആയിരുന്നു. അന്ന് ഫേമസ് ആയിരുന്നു, ഇന്ന് ഇൻഫേമസ് ആണ്. അപ്പോൾ ലോകത്തിലെ പ്രശസ്തരായ പലരും ഇൻക്ലൂഡിങ് ഇപ്പോൾ ബിൽ ഗേറ്റ്സ്, ഇപ്പോഴത്തെ എപ്സ്റ്റീൻ ഫയൽ വന്നപ്പോഴാണ് കൂടുതൽ ഡീറ്റെയിൽസ് വന്നത്. ബിൽ ഗേറ്റ്സ് ആവട്ടെ, നമ്മളുടെ ബിൽ ക്ലിൻ്റൺ ആവട്ടെ, എന്തിനേറെ പറയുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ് വരെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ഈ പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടികളിൽ പലപ്പോഴും അണ്ടർ ഏജ് ആയിട്ടുള്ള ചിൽഡ്രൻ, അതുപോലെ തന്നെ യങ് വിമനെയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവിടെ പലതരം അവരുടെ അബ്യൂസും മിസ്യൂസും ഒക്കെ നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് ഐലൻഡ് ഉണ്ടായിരുന്നു അല്ലെ കരീബിയൻസിൽ? അതെവിടെയാന്ന്? കരീബിയൻസിൽ എവിടെയായിരുന്നു? നമ്മുടെ US വെർജിൻ ഐലൻഡ്സിലെ ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ. അതാണ് പിന്നീട് എപ്സ്റ്റീൻ ഐലൻഡ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ ഐലൻഡിലേക്കാണ് കൊണ്ടുവന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അല്ലേ? അപ്പം ഇതിന് ഈ ഒരു ബ്ലാക്ക് മെയിലിംഗ്, എക്സോർഷൻ, അതിനപ്പുറത്തേക്ക് ഇതിന് മറ്റെന്തെങ്കിലും ഒരു സാറ്റനിക് വേർഷിപ്പായിട്ടോ അങ്ങനെ ഒരു കോൺട്രവേഴ്സിയും കേട്ടിട്ടുണ്ട്. യെസ്, ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, പക്ഷേ നിത്യ ഓൾറെഡി അത് പറഞ്ഞു. കാരണം അത് ഒരു വൈഡർ സർക്കിളിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൻ്റെ കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയ പോലെ തന്നെ ഇദ്ദേഹം ഒരു ബ്ലാക്ക് മെയിലിംഗ് ആൻഡ് എക്സ്റ്റോർഷൻ റാക്കറ്റ് നടത്തിയിരുന്നു. അതിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നമുക്ക് സോഴ്സ് അറിയാത്ത അത്രയും വരുമാനം ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയപ്പെടുന്നുണ്ട്. ശരിയായിരിക്കാം, കാരണം ഇപ്പം തന്നെ പുറത്ത് വന്ന ലിമിറ്റഡ് ആയിട്ടുള്ള റിഡാക്റ്റഡ് ആയിട്ടുള്ള ഈവൻ ദോ 3 മില്യൺ ഫയൽസ് വന്നെങ്കിലും മജോറിറ്റി ഓഫ് ദി ഫയൽസും ഫോട്ടോസും വീഡിയോസൊക്കെ റിഡാക്റ്റഡ് ആണ്. അതിൽ തന്നെ നമുക്കറിയാം ലോകത്തിൽ എത്ര പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് ഇദ്ദേഹവുമായി ബന്ധം സ്ഥാപിച്ചതെന്നും പിന്നീട് ഇപ്പോൾ ഇദ്ദേഹം എല്ലാം റെക്കോർഡ് ചെയ്യുമായിരുന്നു. പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കാം. അത് ഒരു വശം. ഈ സേറ്റാനിക് വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് അധികവും ഒരു കോൺസ്പിറസി തിയറി ആണെങ്കിലും അതിന് ചില ആധാരങ്ങളുണ്ട്. ഇപ്പോൾ വന്ന ഒരു കറസ്പോണ്ടൻസിൽ പറയുന്നത് ബാൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലോട്ട് പൈസ ഇടുക. ഈ ഹീബ്രു ബൈബിൾ അതിൽ പ്രകാരം ബാൽ ദേവനുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ മുകളിലുള്ള ഒരു ഔളിൻ്റെ ഒരു സ്റ്റാച്യു ഒക്കെ വെച്ച് മൊളോക്ക് എന്ന് പറഞ്ഞ ഇതേപോലെ ഒരു ബ്രോൺസ് സ്റ്റാച്യുവിൽ ഒരു ഓക്സിൻ്റെ ഹെഡുള്ള ഒരു ദേവനുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് ഏൻഷ്യൻറ്റ് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ബൈബിളിലും അതുപോലെ ഹീബ്രു ബൈബിളിലൊക്കെ പറയുന്ന 2 കഥാപാത്രങ്ങളാണ്. ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിനെതിരാണ്, പക്ഷെ ഈവൻ ജൂസിനും എതിരായിരുന്നു. ഇവർക്കെതിരെയൊക്കെയാണ് അന്നത്തെ കാലത്ത് പ്രവാചകന്മാർ പറഞ്ഞത്. കാരണം ഈ 2 ദേവന്മാരും ചൈൽഡ് സാക്രിഫൈസ്, ഓക്കെ, അവരെല്ലാ വിഷസും ഫുൾഫിൽ ചെയ്ത് തരുന്ന ദേവന്മാരാണ്. പക്ഷെ അതേസമയം ചൈൽഡ് സാക്രിഫൈസ് ആവശ്യപ്പെടുന്ന അതാണ് അതിന് ഇൻ റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഈ ഐലൻഡിൽ ചൈൽഡ് സാക്രിഫൈസും ഈവൻ കാനിബലിസവും നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ചില വിക്ടിംസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. സോ എപ്സ്റ്റീൻ ഐലൻഡിൽ നോക്കിയാൽ അവിടെ നമ്മുടെ നാട്ടിൽ സെക്ഷൽ ക്രൈം നടന്നു, അതുപോലെ തന്നെ ബ്ലാക്ക് മെയിലിംഗ് ആൻഡ് എക്സ്റ്റോർഷൻ നടന്നു. അതേപോലെ തന്നെ നടന്ന മറ്റൊരു കാര്യം, അല്ലെങ്കിൽ നടന്നു എന്ന് പറയപ്പെടുന്ന മറ്റൊരു കാര്യമാണ് സേറ്റനിക് വർഷിപ്പ്. ഓക്കെ, അദ്ദേഹത്തിനൊരു ജെറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ലോലിറ്റ എക്സ്പ്രസ് എന്നാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലോലിറ്റ എന്നുള്ള ടേമിന് എന്താണ് സിഗ്നിഫിക്കൻസ്? അത് പണ്ട് ഇറങ്ങിയ എനിക്ക് തോന്നുന്നു വ്ളാഡിമിർ നബക്കോവ് എന്നങ്ങാണ്ട് പറഞ്ഞ ഒരു റഷ്യൻ ഓതറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൻ്റെ പേരാണ് ലോലിറ്റ. അതിൽ ഇതുപോലെ തന്നെ പ്രായമായ ഒരു മനുഷ്യന് വളരെ അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള ഒരു പെണ്ണിനോട് തോന്നുന്ന ഒരു സെക്ഷൽ ഫാൻറ്റസിയും അതൊക്കെയാണ് അതിൻ്റെ തീം. ഇദ്ദേഹത്തിൻ്റെ ഐലൻഡിൽ ഈ ലോലിറ്റ എക്സ്പ്രസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ജെറ്റ് വരുമ്പോൾ അവിടെയുള്ള ആളുകൾ അധികവും കാണുന്നത് വളരെ അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള 12, 13, 14 വയസ്സുള്ള പെൺകുട്ടികൾ ഒരുപാട് ആ പ്ലെയിനിൽ വന്ന് ഇറങ്ങുന്നു. അങ്ങനെ കിട്ടിയ വിളിപ്പേരാണ് ഈ ലോലിറ്റ
എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ തമാശ, അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ അടക്കമുള്ള പലരും ഈ ഫ്ലൈറ്റിൽ പലപ്പോഴായി യാത്ര ചെയ്തിട്ടുണ്ട്. ബിൽ ക്ലിന്റനെ കുറിച്ച് പറയുന്ന 16 തവണയിൽ കൂടുതൽ ആ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ്. കെവിൻ ബിൽ ക്ലിന്റനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തേക്ക് വിടണം എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രഗത്ഭനായ ആള് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആണ്. അദ്ദേഹത്തിന് ഇലക്ഷൻ ക്യാമ്പയിനിങ് സമയത്ത് അദ്ദേഹം പറഞ്ഞത് തന്നെ ഇഫ് ഹീസ് ഇലക്റ്റഡ് ആ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തേക്ക് വിടും എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ പേരുകൾ പുറത്തു വന്നപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരും ഡൊണാൾഡ് ട്രംപിന്റെ തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു പാരഡോക്സ് എങ്ങനെയാണ് നമുക്ക്? അത് ഒരു വലിയൊരു വിരോധാഭാസമാണ് ഈ പറഞ്ഞ പോലെ. അതായത് 2019 എപ്സ്റ്റീൻ മരിച്ചതിന് ശേഷം കുറേ കാലത്തേക്ക് എപ്സ്റ്റീൻ്റെ വാർത്ത അങ്ങനെ കാര്യമായി വരുന്നില്ല. പക്ഷെ നമുക്കറിയാം, തൊട്ട് മുമ്പുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഡെമോക്രാറ്റ് ആയിരുന്ന ബൈഡനെതിരെയായിരുന്നു മത്സരിച്ചിരുന്നത് ട്രംപ്. പക്ഷെ അതേസമയം അതിന് മുമ്പുണ്ടായിരുന്ന ബിൽ ക്ലിന്റൺ ആയാലും ഹിലരി ക്ലിന്റൺ ഒക്കെ ഡെമോക്രാറ്റ്സ് ആയിരുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞാണ് ഡെമോക്രാറ്റായ ബൈഡൻ എന്ത് പുറത്തു വിടുന്നില്ല, എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വിടുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ മരണശേഷവും അതിനുള്ള ഒരുപാട് വിക്ടിംസ് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഫയൽസും ഒക്കെ പുറത്തു വിടണമെന്ന് പറഞ്ഞിരുന്നു. കാരണം നിയമപ്രകാരം യൂഷ്വലി ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേസ് പ്രൊസീഡ് ചെയ്യില്ല. ഓക്കെ, അത് പക്ഷേ എന്നാലും വിക്ടിംസിന് ജസ്റ്റിസ് കിട്ടണമെങ്കിൽ ഫയൽസ് പുറത്തു വിടണം, പോലീസിൻ്റെ കണ്ടെത്തലുകൾ അതൊക്കെ പുറത്തു വിടണം എന്ന് പറഞ്ഞ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ട്രംപ് എന്ത് ചെയ്തു? ഇലക്ഷൻ സമയത്ത് അതിനെ ക്യാപിറ്റലൈസ് ചെയ്തു. ട്രംപ് പറഞ്ഞു, എന്താണ്, ഞാൻ അധികാരത്തിൽ വന്നാൽ ഉടനെ എപ്സ്റ്റീൻ ഫയലൊക്കെ റിലീസ് ചെയ്യും, ഇതിനകത്ത് മുഴുവൻ ഡെമോക്രാറ്റ്സിൻ്റെ പേരാണ്, അതുകൊണ്ടാണ് അവർ പുറത്തു വിടാത്തത്. പക്ഷെ വന്ന ഉടനെ ട്രംപ് പ്ലേറ്റ് മാറ്റി. ട്രംപ് അണ്ണൻ പറഞ്ഞു, ഇതൊക്കെ എന്താണ്, നമുക്ക് ചൈനയും കാനഡയും ആയിട്ടുള്ള ട്രേഡ് വാറും ടാരിഫൊക്കെ ഉണ്ട്, വലിയ വലിയ കാര്യങ്ങളുണ്ടെന്ന്. പക്ഷെ അവിടെയും ട്രംപ് വിചാരിച്ചില്ല, ട്രംപിൻ്റെ അടക്കം സപ്പോർട്ടേഴ്സ് ആയിരുന്ന പല റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സും ഈവൻ ഇലോൺ മസ്ക്, ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായി ആയിരുന്ന ഇലോൺ മസ്ക് വരെ അപ്പോൾ എന്ത് ചെയ്തു? ഇതിനെതിരെ പറഞ്ഞു. ഇലോൺ മസ്കിന്റെ പേരും ഫയലിൻ്റെ അകത്തുണ്ട്. അതെ, ഇലോൺ മസ്ക് ട്രംപിനെതിരെ പറഞ്ഞു, ട്രംപ് ഇത് പുറത്തു വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ പേരും പറഞ്ഞു. ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ആരുമില്ല. ഇല്ലാത്ത ആരുമില്ല എന്ന് പറയുമ്പോഴേ അതിൻ്റെ അകത്ത് ഇല്ലാത്ത ഒരു പേരും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു പേരാണ്, അത് വ്ളാഡിമിർ പുടിൻ്റെ പേരില്ല. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, പുടിൻ ഇനി ഒരു പക്ഷേ സ്പൈ ഏജൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കുമോ പുടിൻ്റെ പേരില്ലാത്തത്? ഓക്കെ, പുടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണാത്ത പോയ ചില കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ 2021 അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ എപ്സ്റ്റീൻ്റെ കാമുകി, 90കൾ തൊട്ട് ഇദ്ദേഹത്തിൻ്റെ കാമുകിയാണ് ഗിലെയ്ൻ മാക്സ്വെൽ. ഈ ഗിലെയ്ൻ മാക്സ്വെൽ ഇപ്പോൾ ജയിലിലാണ്. കാരണം ഗിലെയ്ൻ മാക്സ്വെലിനെ വിളിക്കുന്നത് എനേബിളർ ഇൻ ചീഫ് എന്നാണ്. ഇദ്ദേഹത്തിന് സ്ത്രീകളെ എത്തിച്ചു കൊടുത്തത്, കുട്ടികളെ എത്തിച്ചു കൊടുത്തതും ഗ്രൂം ചെയ്തതും, പിന്നെ അവിടെ ഒരുപാട് സ്റ്റാഫുണ്ട്, ആ സ്റ്റാഫിനെല്ലാം ട്രെയിൻ ചെയ്തതെല്ലാം ഈ ഗിലെയ്ൻ മാക്സ്വെൽ ആണ്. ഗിലെയ്ൻ മാക്സ്വെലിനെ എനേബിളർ ഇൻ ചീഫ് എന്ന് വിളിക്കുന്നു. ഈ ഗിലെയ്ൻ മാക്സ്വെലിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗിലെയ്ൻ മാക്സ്വെലിൻ്റെ പിതാവ് എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? ഒരു ബ്രിട്ടീഷ് മീഡിയ മുഗളായിരുന്നു. അതേസമയം ഹി വാസ് എ ട്രിപ്പിൾ ഏജൻറ്റ്. നമ്മൾ ഡബിൾ ഏജൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താണ്? ട്രിപ്പിൾ ഏജൻറ്റ്. ഇതെന്താണ്? ട്രിപ്പിൾ ഏജൻ്റ് ആണ്. അതായത് KGBക്കും CIA-ക്കും മൊസാദിനും വേണ്ടി ഒരേ സമയം സ്പൈ വർക്ക് ചെയ്തൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ഗിലെയ്ൻ മാക്സ്വെലിൻ്റെ പിതാവ്. അപ്പോൾ ഇതിനകത്ത് നടന്നത് സെക്സ് റാക്കറ്റ് അല്ലെങ്കിൽ സെക്സ്റ്റോർഷൻ, സൈറ്റനിക് വർഷിപ്പ് മാത്രമല്ല, ഇൻ്റലിജൻസ് ഓപ്പറേഷൻ ഇവിടെ നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം എപ്സ്റ്റീൻ്റെ ഐലൻഡിൽ പല രാഷ്ട്രതലവന്മാരും അല്ലെങ്കിൽ അവിടെയുള്ള പല ഭരണാധികാരികളും വന്നിരുന്നു. ഇപ്പോൾ ഇൻക്ലൂഡിങ് സൗദി ക്രൗൺ പ്രിൻസിൻ്റെ പേര് പറയുന്നു, അതുപോലെ തന്നെ പ്രിൻസ് ആൻഡ്രൂസ് UK-ലെ, അതുപോലെ തന്നെ UK-ലെ 2008-2010 കാലത്തുണ്ടായിരുന്ന അന്നത്തെ അവിടുത്തെ ബിസിനസ് സെക്രട്ടറി, അതായത് ഇവിടുത്തെ ഒരു കൊമേഴ്സ് മിനിസ്റ്റർ പോലെ പറയുന്ന പീറ്റർ മെൻഡേൽസൺ. അപ്പോൾ ഇങ്ങനെ പലരും അവിടെ വന്നിരുന്നു. ഇവരെ ഇൻ്റലിജൻസ് ഏജൻസീസും കുരുക്കിൽപ്പെടുത്തിയോ? കാരണം ഹണി ട്രാപ്പ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്പൈയിങ്ങിൻ്റെ ഒരു പ്രധാന കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് പിടിക്കപ്പെടുന്ന പലരും പിടിക്കുന്നത് ഹണി ട്രാപ്പിലാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഹണി ട്രാപ്പ് വഴിയാണ് ഇന്ത്യയിൽ ഒരുപാട്. ഈ പുടിനെ സംബന്ധിച്ചിടത്തോളം, പുടിൻ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് റഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസിയായ KGB-യിലെ ഓഫീസറായിരുന്നു. അപ്പോൾ പുടിന് തീർച്ചയായിട്ടും അറിയാം എന്താണ് ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു സ്പൈ ഏജൻസികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വെപ്പണാണ്. സോ പുടിൻ അത് ഒരു സ്പൈ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു മിതത്വം പാലിച്ചിരിക്കാം, ഒരു പ്രിക്കോഷൻ എടുത്തിരിക്കാം. മാത്രമല്ല അമേരിക്കയിൽ വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ പാർട്ടികളും എല്ലാം നടന്നത്. സോ റഷ്യൻ പ്രസിഡന്റ് അമേരിക്കയിൽ പോകുന്നത് പ്രാക്ടിക്കലി ഇറ്റ്സ് ഡിഫിക്കൾട്ട്. പിന്നെ പുടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് റഷ്യയിൽ തന്നെ ഒരുപാട് ആരാധകരുണ്ട്. റഷ്യയിൽ ആരാധകരുള്ളപ്പോൾ പുടിൻ പുറത്തു പോകണ്ടല്ലോ. പുടിനെ കുറിച്ചും റഷ്യയെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു വേണമെങ്കിൽ ഒരു റാസ്പുട്ടിൻ എന്ന് പറയാല്ലേ എപ്സ്റ്റീനെ? യെസ്, ഒരു മോഡേൺ ഡേ റാസ്പുട്ടിൻ എന്ന് പറയാം. കാരണം അവിടെ തമാശ പറയുന്നത്
ഇപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു ക്യൂന് ഇദ്ദേഹവുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ പ്രിൻസ് ആൻഡ്രൂ ഒരുപാട് മിസ്കണ്ടക്ട് ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ പ്രിൻസ് ആൻഡ്രൂയുടെ ഭാര്യയും പെൺമക്കളും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പല കാര്യങ്ങൾക്കായിട്ട് പ്രിൻസ് ആൻഡ്രൂവിനെ കൂട്ടാതെ പോയി എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ഒരു ഭയങ്കരമായ ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ ആണ്. ഒരു കാര്യം ഉറപ്പാണ്, ആള് ഫ്രോഡായിരുന്നു. പക്ക പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോക്സോ കേസിലെ പ്രതിയാണ്. പക്ഷെ ഒരുപാട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനുള്ള എബിലിറ്റി ഉള്ള ഒരു മനുഷ്യനായിരുന്നു. എന്തുകൊണ്ടാണ് എപ്സ്റ്റീൻ ഫയൽസ് ഇന്ത്യയിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടത്? ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണം നമ്മുടെ പ്രധാനമന്ത്രി മോഡിയുടെ പേര് എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. എപ്സ്റ്റീൻ അയച്ച ഒരു മെയിലിൽ പ്രധാനമന്ത്രി മോഡി ഇസ്രായേലിൽ പോയി ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിനാണ് പുള്ളി ഉദ്ദേശിച്ച വേർഡ് ഡാൻസ്ഡ് എന്നാണ് ഈ ബിഫോർ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ. അതായത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുത്തു. അതുവഴി ട്രംപിൻ്റെയും പ്രീതി നേടി എന്നൊക്കെയാണ്. അതിന് ഇദ്ദേഹമാണ് ഉപദേശം കൊടുത്തതെന്നൊക്കെ പറയുന്നു. അത് ഓൾറെഡി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതിനെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനും എനിക്ക് വലിയ വലിയ ആളുകളുമായി കണക്ഷൻ ഉണ്ടെന്നൊക്കെ കാണിക്കാൻ ഇഷ്ടം ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും സത്യമല്ല. അത് മാത്രവുമല്ല, ഈ ജസ്റ്റ് ഒരാളുടെ പേര് ഇതിൽ വന്നു എന്നതുകൊണ്ട് മാത്രം അവർ കുറ്റക്കാര് അല്ലെങ്കിൽ ആ ഐലൻഡിൽ പോയതുകൊണ്ടോ ഇദ്ദേഹത്തിൻ്റെ കറസ്പോണ്ടൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോയിലോ ഫയലിലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൽ ഒരിക്കൽ യാത്ര ചെയ്തുകൊണ്ടോ മാത്രം എല്ലാവരും കുറ്റക്കാരാവണമെന്നില്ല. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഇന്ത്യൻ പേരുകൾ കൂടുതൽ വന്നേക്കാം. അവരെല്ലാവരും ഇതുപോലെ കുറ്റക്കാരാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്താണെങ്കിലും എപ്സ്റ്റീൻ ഫയൽസ് കുറേ പേരുടെ ഉറക്കം കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് അല്ലേ? യെസ്. ഇപ്പം എല്ലാവരും നിരനിരയെ വന്ന് പറയാണ്, അത് ഞങ്ങൾ തെറ്റായിപ്പോയി, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവിടെ പോയതേ ഉള്ളൂ. അദ്ദേഹമായിട്ടുള്ള ബന്ധം 2008 കൺവിക്ഷന് മുമ്പുള്ളതാണ്, അതിന് ശേഷമില്ലായിരുന്നു. പക്ഷെ അതിന് ശേഷം ഉണ്ടായിരുന്ന ചില വ്യക്തിയുണ്ട്. ഉദാഹരണത്തിന് ഈ പീറ്റർ മണ്ടേൽസൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അവിടുത്തെ ലോർഡാണ്. അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ലോർഡ് പദവിയുള്ള വ്യക്തിയാണ്. അദ്ദേഹം അമേരിക്കയിലേക്കുള്ള ബ്രിട്ടീഷ് അംബാസഡർ ആയിരുന്നു. പക്ഷേ ഈ സെപ്റ്റംബർ 2025 കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വന്നപ്പോഴാണ് ഇദ്ദേഹം 2008 ശിക്ഷയ്ക്ക് ശേഷവും ഇദ്ദേഹവുമായി എപ്സ്റ്റീനുമായി ബന്ധം ഉണ്ടായിരുന്നെന്നും ആ ബന്ധത്തിൽ പലപ്പോഴും ബ്രിട്ടീഷ് ട്രേഡ് സീക്രട്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ആയിരുന്നല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും പണം മേടിച്ചു അല്ലാതെയും വിറ്റു എന്നൊക്കെ അറിയുന്നത്. സോ ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. അപ്പം ഇനി ഒരുപാട് പേര് ഞെട്ടാനുണ്ടെന്ന് ചുരുക്കം. അതെ, ഞെട്ടാനുണ്ട്. പക്ഷേ ഇപ്പം ചിലപ്പോൾ ചിലത് തെറ്റിദ്ധാരണകളാവാം. പക്ഷെ പല വിഗ്രഹങ്ങളും വീണുടഞ്ഞേക്കാം. ഓക്കെ. അപ്പം എപ്സ്റ്റീൻ മരിച്ചു കഴിഞ്ഞു, അതോടുകൂടി എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നു. ഇതോടുകൂടി തന്നെ ഇതെല്ലാം കഴിയുമോ? ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള ടോക്സ് എല്ലാം കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? എപ്സ്റ്റീൻ്റെ ഗോസ്റ്റ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഹണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രേതം ഇനി ഒരുപാട് പേരുടെ ഉറക്കം കളയും. പക്ഷെ നമ്മളിവിടെ നോക്കേണ്ട വിക്ടിംസിൻ്റെ ആംഗിളിലും ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ഇലക്ഷന് മുമ്പ് ഈ ഫയൽ പുറത്തു വിടുമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം പുറത്തു വിട്ടിരുന്നില്ല. പിന്നീട് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് പാസ്സാക്കി. അത് വളരെ ഓവർവെൽമിങ് മെജോറിറ്റിയിൽ പാസ്സാക്കി കോൺഗ്രസ്, യുഎസിൻ്റെ പാർലമെൻറ്റ്. അതുകൊണ്ടാണ് ഈ ഫയൽ പുറത്തു വന്നത്. അപ്പോൾ ഇനി കൂടുതൽ പേർക്ക് നമ്മളുടെ പണമോ അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്ത് അതെല്ലാം മറച്ചു വയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണ തെറ്റാന്ന് ഇതുവഴി തെളിയിക്കപ്പെട്ടു. അപ്പോൾ ഇനി ഒരുപാട് ക്രൈം ചെയ്യുന്നതിൽ നിന്ന് പലരെയും ഇത് പിന്തിരിപ്പിക്കാം. അതേപോലെ തന്നെയാണ് എപ്സ്റ്റീൻ ക്രൈം വിക്ടിംസ് ആക്ട് എന്ന് പറഞ്ഞ പുതിയൊരു ആക്ട് അമേരിക്കയിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, നമ്മുടെ നാട്ടിൽ ഒരു പേഴ്സണൽ ബില്ല് പോലെ, പ്രൈവറ്റ് ബില്ല് പോലെ, നമ്മുടെ നാട്ടിലുണ്ടല്ലോ പബ്ലിക് ബില്ലും പ്രൈവറ്റ് ബില്ലും, അതുപോലെ ഒരു പ്രൈവറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല് അനുസരിച്ച് എപ്പോഴും ഈ പണക്കാരാണ് രക്ഷപ്പെടുന്നത്. ഏത് ജസ്റ്റിസ് സിസ്റ്റത്തിലും പണമുള്ളവനും അധികാരമുള്ളവനും രക്ഷപ്പെടുന്നു. ഇവിടെ തന്നെ ഒരു നോൺ പ്രോസിക്യൂഷൻ എഗ്രിമെൻറ്റ് 2008 സൈൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതുവഴിയാണ് വളരെ ചെറിയൊരു പണിഷ്മെൻറ്റ് കിട്ടിയത്. ആ പണിഷ്മെൻറ്റിൽ തന്നെ പിന്നീട് വെള്ളം കലർത്തി, വാട്ടർ ഡൗൺ ചെയ്തു അതിനെ. ഈ ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഈ ആക്ട് പാസ്സാവുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ വിക്ടിംസിനെ അറിയിക്കാതെ പ്രോസിക്യൂഷന് ഇത്തരം പ്രോസിക്യൂഷൻ എഗ്രിമെൻ്റ് ഒപ്പിടാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇനി അങ്ങനെ ഒപ്പിട്ടാൽ വിക്ടിംസിന് തോന്നുകയാണ് ഈ ചെയ്ത എഗ്രിമെൻ്റ് അവരോട് ചെയ്യുന്ന ഇൻജസ്റ്റിസ് ആണെങ്കിൽ ദേ വിൽ ഹാവ് ദ റൈറ്റ് ടു സൂ ദി പ്രോസിക്യൂഷൻ. അപ്പോൾ അത്തരം എംപവർമെൻറ്റ് ഓഫ് ദി വിക്ടിംസ്, അത്തരം ആക്റ്റുകൾ എവിടെ വരുന്നു? ഈ എപ്സ്റ്റീൻ ഫയലും ഈ കോൺട്രവേഴ്സി കാരണം വരുന്നു. അതായത് വളരെ മോശമായ ഒരു കാര്യം നടന്നെങ്കിലും അതുവഴി ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ തന്നെ ഒരു റിഫോം വരുന്നു. വിക്ടിംസിന് കൂടുതൽ റൈറ്റ് കിട്ടുന്നു.
നമ്മുടെ നാട്ടിൽ തന്നെ നിർഭയ ഇൻസിഡൻറ്റിന് ശേഷം നമ്മുടെ ക്രിമിനൽ ലോസിൻ്റെ അമെൻമെൻറ്റ് വന്നു, കുറേ പണിഷ്മെൻറ്റ് സ്ട്രിഞ്ചൻ്റ് ആയി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ. സോ ഈ എപ്സ്റ്റീൻ എപ്പിസോഡ് വളരെ ഡാർക്കായിട്ടുള്ളൊരു എപ്പിസോഡാണെങ്കിലും അതുവഴി ഫ്യൂച്ചറിൽ ഇത്തരം ഇൻസിഡൻറ്റ് നടക്കാതിരിക്കാനുള്ള ചില മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ വന്നു. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ ഇംപ്ലിമെൻറ്റേഷൻ എത്രത്തോളം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എന്താണെങ്കിൽ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി എനിക്കും കിട്ടി, നമ്മുടെ ഓഡിയൻസിനും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.